ഒരു തെറ്റ് ചെയ്താ അത് അംഗീകരിക്കാനുള്ള മാന്യത കാണിക്കണം. മനുഷ്യരായ തെറ്റുകൾ പറ്റും, പക്ഷേ എനിക്ക് തെറ്റ് പറ്റിയ അത് അംഗീകരിച്ച് ആ തെറ്റ് തിരുത്താൻ ഞാൻ ശ്രമിക്കും. തെറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഒരിക്കലും ഒളിച്ചോടില്ല. ആ തെറ്റിന് സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളെല്ലാം നേരിടാൻ ഞാൻ തയ്യാറാവും. പാർവതിയോട് കൈലാഷ് അറിയാതെയാണെങ്കിലും ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ അവനത് തിരുത്താൻ ശ്രമിക്കില്ലേ? അവൻ അവളെയും കുഞ്ഞിനെയും സ്വീകരിച്ച് കല്യാണം കഴിക്കോ? Oh God. ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ തെറ്റ് ആവർത്തിക്കാതിരിക്കൂ. സോറി സർ, ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല. സോറി പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും തീരോ? മെറ്റീരിയൽസ് വാങ്ങിയതിന്റെ ബിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? 3 തവണയാണ് പേയ്മെന്റ് മുടങ്ങിയത്. ഞാനത് കണ്ടിട്ട് നിനക്ക് മെയിൽ വെച്ചിരുന്നു. എന്താണ് റിപ്ലൈ അയക്കാത്തത്? ഇനി ഇങ്ങനെ എന്തെങ്കിലും ആവർത്തിച്ച അപ്പൊ തന്നെ ഞാൻ നിന്നെ പറഞ്ഞുവിടും. സോറി സർ, ഇനി ഞാൻ സൂക്ഷിച്ചോളാം. കൈലാഷ്, ഈ പ്രോബ്ലം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. വൈകുന്നേരം ആകുന്നതിന് മുൻപ് ആ ബില്ലുകളെല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ കൈലാഷിന് മെയിൽ അയച്ചോളാം. ഡോണ്ട് വറി. യു മേ ലീവ്. താങ്ക് യു മാഡം. മുക്ത, ഞാൻ അവന്റെ മുമ്പ് വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇതിൽ നിന്റെ തെറ്റുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതില് പുതിയ ഓർഡറിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കൈലാഷ് വായിച്ച് സൈൻ ചെയ്താൽ പ്രൊഡക്ഷൻ ജോലികൾ തുടങ്ങാം. എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ നന്നായിട്ട് വായിച്ചിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ. ഓക്കെ. ആ മുക്ത, കൈലാഷ്, ആ പാർവതിക്കിപ്പോ എങ്ങനെയുണ്ട്? അസുഖമൊന്നുമില്ലല്ലോ? അവൾക്കൊരു കുഴപ്പമില്ല. ഷീസ് ഓൾ റൈറ്റ് നൗ. ഹോസ്റ്റലിൽ അവൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ നീ ചെയ്തു കൊടുക്കണം. ഇറ്റ് വിൽ മീൻ എ ലോട്ട് ടു മീ. ഷുവർ കൈലാഷ്. പാർവതി ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം ജോലിക്ക് തിരിച്ചു വന്നാൽ മതി. അതുവരെ എത്ര ലീവ് വേണേലും കൊടുത്തേക്ക്. അതുപോലെ പ്രിയൻ എന്തെങ്കിലും ആവശ്യത്തിന് ലീവ് ചോദിച്ചാലും കൊടുത്തേക്കണം. പാർവതി ലീവ് ചോദിച്ചാ കൊടുക്കുന്നതിന് ഒരു ന്യായമൊക്കെ ഉണ്ട്. അവള് വയ്യാതെ കിടക്കുമല്ലേ. പ്രിയൻ എന്ത് പ്രോബ്ലം ഉള്ളത്? നമ്മൾ ഒരുപാട് ഓർഡറുകൾ പിടിച്ചിട്ടുണ്ട്. സൂപ്പർവൈസേഴ്സില് പ്രിയൻ മാത്രമാണ് നന്നായിട്ട് വർക്ക് അറിയാവുന്ന ഒരാള്. പ്രിയന് ലീവ് കൊടുത്താ നമ്മുടെ പ്രൊഡക്ഷനെ അത് എഫക്ട് ചെയ്യും. ഒരു കാരണമില്ലാതെ പ്രിയന് ലീവ് കൊടുത്താ PKR അങ്കിൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ലേ? വെറുതെ അല്ലല്ലോ, വ്യക്തമായ റീസൺ ഉണ്ട്. പാർവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ശുശ്രൂഷിക്കാനുമാണ് ഞാൻ അവന് ലീവ് കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാ നമ്മൾ തമ്മിൽ ആവശ്യമില്ലാത്തൊരു ഫൈറ്റ് ഉണ്ടാവും. എനിക്ക് അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഐ വിൽ അപ്രൂവ്. ഇതൊക്കെ ചെയ്യുന്നത് പാർവതിക്ക് വേണ്ടിയാ. കമ്പനിയിലെ ജോലിയുടെ പ്രഷർ കാരണം പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതെനിക്ക് താങ്ങാവുന്നല്ലോ അപ്പുറം. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ്. ഓക്കെ കൈലാഷ്. അയ്യോ, എത്രയായി? അച്ഛനമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാനിപ്പോ എന്താ ചെയ്യാ? നമസ്കാരം ചേട്ടാ. ഓ നമസ്കാരം. ഇത്തവണ ചേച്ചി ഉണ്ടല്ലോ. ആ, ഇവിടെ എല്ലാരെയും ലക്ഷ്മിയുടെ കല്യാണത്തിന് ക്ഷണിക്കണമല്ലോ. ഇവൾക്കും പാർവതിനെ കാണണമെന്ന് പറയുന്ന നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടെ കൂട്ടി. അതേതായാലും നന്നായി. പാറുവിന് സന്തോഷവും. നിങ്ങളെയൊക്കെ പിരിഞ്ഞിവിടെ കഴിയുന്നതിന്റെ വിഷമം ആ പാവത്തിനെ അറിയും. നിങ്ങൾ എപ്പോഴാ വന്നത്? ദാ ഇപ്പൊ എത്തിയേ ഉള്ളൂ.
വരുന്ന വിവരം ഒന്ന് പറയുക പോലും ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ വരാൻ വിളിച്ചു പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ തന്നെ കരുതിയാ മതി. പാറുവിന് നിങ്ങൾ വരുന്ന കാര്യം അറിയോ? ഇല്ല, ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ അവളെ വിളിച്ചതാ, പക്ഷെ അവള് ഫോൺ എടുത്തില്ല. ഇത് വല്ലാത്ത സർപ്രൈസ് ആയല്ലോ. ലക്ഷ്മി ചേച്ചി വന്നില്ലേ? ഇല്ല മോളെ, കല്യാണം അടുത്ത് വരുന്നത് കൊണ്ട് അവളെയും കൊണ്ട് കറങ്ങി നടക്കണ്ടെന്ന് കരുതി. നിങ്ങൾ മാത്രം എന്താ വന്നേ? പാറു ഇവിടെ? ഞങ്ങൾ വെറുതെ കാപ്പി കുടിക്കാൻ ഇറങ്ങിയതാ അച്ഛാ. പാറു മുകളിലെ മുറി തന്നെ ഉണ്ടാവും. ഇവർക്ക് കോഫി എടുക്കാൻ ശരി പറയും. മാഡം. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വരൂ. പയ്യെ.